അപ്പോൾ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറേ ദിവസം മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വാൾപ്പാറ ടൂറ് പോണത്. ഒരു ഏപ്രിൽ 1-ാം തീയതി ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ വ്ളോഗ് ഇതുവരെയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ആ വ്ളോഗ് ഇടാൻ വന്നിട്ടാണ്. അപ്പോൾ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കുറേ ദിവസമായി എഡിറ്റ് ചെയ്യാണ്ട് വെച്ചാൽ നമുക്ക് സമയമൊന്നും കിട്ടണില്ല കുട്ടികൾക്ക് ഉള്ളത് കൊണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ആ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും കാണാം. ഓക്കെ, പോകണം. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് സമയം കഴിഞ്ഞ് തുടങ്ങി 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഡ്രസ്സ് ഗൈസ്, അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഗാനമേള തുടങ്ങിയിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ഉള്ളിൽ സംഘഗാനം ആരംഭിച്ചിരിക്കുന്നു. ഇതാണ് മറച്ചിട്ടിരിക്കുന്നത്. ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരട്ടെ, സമയമില്ല. അപ്പോൾ 4 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ സമയം എത്രയെന്ന് അറിയോ? 3:48. ഇപ്പോൾ ഗൈസ് 3:48 നമ്മൾ 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് വാൾപ്പാറയ്ക്ക്. ഓക്കെ, ഞാൻ പോയിട്ട് വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് വരാം ഗൈസ്. അപ്പം നമ്മൾ റെഡിയായി. ഇതാണ് നമ്മുടെ ഡ്രസ്സ്. വാച്ചൊക്കെ ഇട്ടുണ്ട്. അയ്യോ, മോളിൽ ബാഗിലാണ്. അപ്പം നമ്മൾ വേഗം ഇതൊക്കെ പുറത്ത് വെക്കണം. ഈ കൊട്ടയിൽ ഇതവിടെ വെക്കണം, തിരുമ്പാനുള്ളതാണ് ആ കുട്ടീൻ്റെ. ഗൈസ്, ഇതൊക്കെ നമ്മൾ എന്തിനാ എടുക്കണമെന്നറിയോ? നമ്മൾ കഴുകാനുള്ള ഡ്രസ്സ് ഇട്ട് വയ്ക്കാനുള്ളതാണ് ഇതൊക്കെ. ഇതൊക്കെ അവൻ എണീറ്റിട്ട് ഇടാനുള്ളതാണ്. അവൻ എണീറ്റിട്ട് അവൻ ഉറങ്ങുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അവനൊന്ന് ജസ്റ്റ് ഗൈസ്. അപ്പം നമ്മൾ എൻ്റെ ഉമ്മ സ്പെഷ്യൽ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. ആരിനെ വേണ്ടി നമുക്ക് എറിഞ്ഞ് കൊല്ലാം. ആരിനെ എറിഞ്ഞ് കൊല്ലുന്നുണ്ട്? ഉമ്മ തന്നെ ആദ്യം പറഞ്ഞാലോ. ആ ബെല്ല എത്തി ഗൈസ്. ബെല്ല ബെല്ല എൻ്റെ കൈക്ക് ബെല്ല. ബെല്ലയ്ക്ക് വേണ്ടി ഞാനൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. സത്യത്തിൽ മാത്രം. ഗൈസ്, അപ്പൊ പച്ചമയത്തിൽ ഞങ്ങൾ പച്ച നാട്ടിലേക്ക് പോകുകയാണ്. ഗൈസ്, 4 മണി പറഞ്ഞാൽ നമ്മൾ 4:45 ഇറങ്ങി. അപ്പൊ നമ്മുടെ കുടീനെ ഫ്രണ്ട്സിനൊക്കെ എടുക്കട്ടെ. നമ്മുടെ വീടൊക്കെ നമ്മൾ അലങ്കോലായി സൂപ്പറായിട്ടാണ് പോകുന്നത്. അല്ലോ ഇത് നോക്കി ഫോൺ പിടിക്ക. ഫ്ലാഷ് ഓൺ ആക്കിയില്ല. ഫ്ലാഷ് ഓൺ ആക്കി ഗൈസ്. അപ്പം നമ്മൾ ഇറങ്ങുകയാണ്. ആ ഡിങ്കും മിങ്കും ഇറങ്ങിയിട്ടില്ല. നിക്കോ വെയിലാകുമ്പോൾ അങ്ങോട്ട് പോയ പോരെ ഗൈസ്. അപ്പം നമ്മൾ സമയം നന്നായിട്ട് ലൈറ്റായി. അതവൾ കയറണുള്ളൂ. അപ്പോൾ ബാക്കി നമ്മൾ പോയി കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കാം. ഓക്കെ, കാണാൻ ചന്തണ്ട. ബിസ്മീന്ന് ആരോ ബിസ്മീന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയുടെ കയറണു. അലഹംദുലില്ല. അപ്പൊ ശരി ഗൈസ്. അതോ എന്റെ അളിയും പിണങ്ങിട്ട് മരത്തിൽ കയറി ഇരിക്കുന്നു. താഴത്ത് പിണങ്ങിട്ട് എനിക്ക് വയ്യ കാണാന്. ഒന്ന് എനിക്കിടെ നോക്കട നിന്റെ ഉപ്പച്ചി. അതായത് ഉപ്പച്ചി ഉപ്പച്ചിയാണ്. അതാ ഉപ്പച്ചി തനിച്ച് ഉപ്പച്ചി മോന്. അതാ ഉപ്പച്ചി മോനോ അതാ മത്സരം. ഗായ്സ്, നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? ഉപ്പച്ചി മോന് മത്സരിക്കില്ല. ആദ്യം ചാകും പറഞ്ഞിട്ട്. ഗായ്സ്, ഉപ്പച്ചി മോന് മത്സരിക്കുന്നത് ചാടിയിട്ട്. അതാ മകനതാ ഏതോ കണ്ടിക്കണ്ട പാത്രത്തിലൊക്കെ വെള്ളം കുടിക്കുന്നു. ഇവിടെ ആലിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. മുല്ല മേഡത്തിന്റെ ചെയറൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇത് നോക്ക്. എല്ലാ ഭാഷ തെറിയുന്നു. ഉനക്ക് തെറിയുമാ? വെള്ളക്ക് ഫുള്ള് മലയാളം മാത്രമേ തെറിയൂ. അറബി സംസാരിക്കും ബെല്ല. ആർക്കറിയാത്തൊരു ഭാഷ. എന്താണ് ബല്ല? പെണ്ണെണീറ്റടി.
அந்த பிள்ளைய ஒன்று കാണിച്ചു കൊടുക്കുമ്പോ അല്ല കാണിച്ചു കൊടുക്ക് പയ്യ കാണിച്ചു കൊടുക്ക് കാണിച്ചു കൊടുക്കുന്നതിന് തമിഴ് എന്താ ഏട്ടാ പറയാ? ഒരുപാട് എൻ്റെ അടുത്ത് നിങ്ങൾ പറയണ്ട കേട്ടോ, എനിക്കൊക്കെ തമിഴ് അറിയും. അയ്യോ എവിടെ പോയി? തിന്നുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. ഓക്കെ ഇതിന്റെ ഡൂപ്പിനെ കാണണമെങ്കിൽ കാണിച്ചു തരാട്ടാ. ഇതിൽ ഒന്നും അതാ ഡൂപ്പ്. എങ്ങോട്ടാ പോയത്? അത് ഇതാ, എനിക്ക് ഇഡ്ഡലി മതി. അത് ഇതാണ് പൊങ്കല്. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാ? നിങ്ങൾ മലയാളിയോ? അത് ഞാനാ അല്ല, എനിക്ക് അറിയുന്ന അതേ ഭാഷ അവിടെ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പൊങ്കല് പറഞ്ഞ ഫുഡ് കഴിക്കണ്. എനിക്ക് പരിപ്പ് കറി കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ അത്ര കുഴപ്പമില്ല. വിശപ്പ് കാരണം വേറെ ഒരു നിവൃത്തിയിൽ ഇത് തന്നെ കഴിക്കണം. ഇതേ ഉള്ളൂ. ഇടക്ക് മാത്രം ഗൈസ്, എന്നെ അപമാനിക്കുന്നു. നിങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് എനിക്ക് ഈ അവസ്ഥ. നിങ്ങൾ വേണം എന്നെ ഒരു കരയിലെത്തിക്കാൻ. ഞാൻ റിച്ച് ആവണ ഒരു ദിവസം വരും. അപ്പം എൻ്റെ താത്ത എല്ലാവരും ഇത് എൻ്റെ അപ്പം ഇത് എൻ്റെ അനീതിയാണ്, ഇത് എൻ്റെ അനീതിയാണ്. അപ്പം എൻ്റെ ഫോട്ടോ എപ്പോൾ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ നിങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് എൻ്റെ ആരുമല്ല പറയും. എൻ്റെ വീട്ടുകാർ എന്നെ അങ്ങനെ കളിയാക്കണം. അവർ മുന്നിൽ തന്നെ ഞെക്കി ചോദിക്കണം. വീട്ടിൽ തന്നെ ഇരിക്കും. ഞാൻ വീട്ടിലും ഇവരൊക്കെ മുന്നിൽ ഞാൻ റാണിയായിട്ട് ഇങ്ങനെ ഇരിക്കും. യെസ്, നീയും വേലക്കാരിയാണ്. നീ എൻ്റെ മകൻ്റെ വേലക്കാരി. എൻ്റെ മകനിക്ക് പാൽ കൊടുക്കേണ്ട വേലക്കാരി. ഇവരുടെ പൊങ്ങൽ ഇവർക്ക് ഹൈലൈറ്റ് ആയിരിക്കും അല്ലേ? നമ്മൾ ഇറച്ചിയും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വരും പൊങ്ങലിന്. ഞാൻ ചെട്ലീനെ പറയുന്നു പൊങ്കലിന്. തിന്നടി, ഒരു പൊട്ട് തിന്നടി. ഫേഷ്യൽ ചെയ്തുകൊണ്ട് ഗൈസ്, ഞാൻ കഴിക്കുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഭർത്താവ്, എൻ്റെ മകൻ. ഇവിടെ എന്റെ താത്ത ഇരിക്കുന്നുണ്ട്, എന്റെ ഇക്ക ഇരിക്കുന്നുണ്ട്, എന്റെ ബ്രദർ ഇട്ടാ. ഇത് എന്റെ അളിയനാണ് കേട്ടോ. അത് ഇരിക്കുന്നത് ആ കണ്ട് ചുവപ്പുള്ള എന്റെ അളിയന്. അതിന്റെ അപ്പുറത്തേക്ക് എന്റെ താത്ത, അതിന്റെ അപ്പുറത്തേക്ക് എന്റെ ബ്രദർ ഷാനുമോൻ. ഇത് പിന്നെ അതിന്റെ ഒക്കെ ഇവരെ മക്കളാണ്, 2 മക്കളത് ഓടി കിടന്നു. വൃത്തികെട്ട ഗൈസ്, സ്വന്തം കെട്ടിയ വേണം നമ്മുടെ ഫാമിലിന്ന്. എന്താ ചെയ്യത്? അല്ലല്ലോ, അതായത് ഞാൻ എന്റെ അതോ നമുക്ക് വേറെ കുട്ടിയാ? സത്യം പറയുന്നത്, ഇത് നിങ്ങളുടെ കയ്യിൽ ആരുടെ കുട്ടിയാന്ന് ഇരിക്കണത്? ഞാൻ എന്റെ കുട്ടി ഇതായിരിക്കണം. നിങ്ങളുടെ കയ്യിൽ ആരുടെ കുട്ടിയാണെന്ന് മതി. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ കയ്യിൽ ആരുടെ കുട്ടിയാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. അവളിൽ അത് ആരുടെ കുട്ടിയാണ്? എനിക്ക് അപ്പൊ നമ്മളിവിടെ എത്തി. എവിടെയോ എത്തി. കുളമ്പാറാണ്. എന്താ എന്റെ മേലെ ഛർദിച്ച് എനിക്ക് നല്ല പണി ഉണ്ടാക്കി തന്നവന്.
എന്തോ പോകുന്നു. കണ്ണൊക്കെ വേനിക്കുന്നുണ്ടോ? കൊക്ക നോക്ക്, കൊക്ക. വാൽപ്പാറ നല്ല വ്യൂ ഉണ്ട്, നല്ല നീരൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്, മരങ്ങളൊക്കെ നല്ല ക്ലൈമറ്റ് ഒക്കെ ഉണ്ട്. എൻ്റെ മകന് ഉറക്കം വന്നിട്ട് കിടക്കും. നമ്മള് നടക്കാൻ വയ്യട്ടാ. ഗായ്സ്, അപ്പം നമ്മൾ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പം നമ്മൾ അടുത്ത വ്ളോഗായിട്ട് ഇനി വരുന്നതായിരിക്കും. നമ്മളിത് കുറേ വീഡിയോ ഉണ്ട്, അപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശേഷമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരും.